ईश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे ഗുരുപരമ്പരാം. അതുപോലെ ആദ്യമായി വാൽമീകി സ്തുതി. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. അടുത്ത് ആഞ്ജനേയ സ്തുതി. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. അപ്പോ നമ്മള് അധ്യാത്മരാമായണത്തിന്റെ വ്യാഖ്യാന സഹിതമുള്ള ഭാഗമാണ് ചിന്തിച്ചു വരുന്നത്. നമ്മള് ആദ്യമായിട്ട് പാരായണം ചെയ്യാൻ പോകുന്ന ഭാഗത്തിന്റെ വ്യാഖ്യാനം പദച്ഛേദ സഹിതം ചെയ്യുന്നു. തുടർന്ന് പാരായണവും അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ആധ്യാത്മിക ഇത്തരത്തിലുള്ള തത്വ പ്രവചനങ്ങൾ നമ്മൾ PVN ഗ്ലോബലില് പലപ്പോഴായിട്ട് നടത്തി വരുന്നു. ഒരാമുഖം എന്ന രീതിയിൽ പറയട്ടെ, ഇത്തരം ചിന്താ കാര്യങ്ങൾ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ PVN ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുകയും ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും, നമ്മൾ കേവലം രാമായണം മാത്രമൊന്നുമല്ല, പലവിധ വീഡിയോസുകളും അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് യഥാസമയം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് നമ്മൾ ഓരോരോ ഗ്രൂപ്പുകളിലേക്കും ഇത് ചിലപ്പോൾ സെൻഡ് ചെയ്യാറുണ്ട്. അതല്ലാതെ തന്നെ ചിലപ്പോൾ വിട്ടുപോയാൽ നിങ്ങൾക്ക് ഇത്തരം ക്ലാസ്സുകൾ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്മുടെ PVN ഗ്ലോബലിന്റെ വീഡിയോ ഷെയർ ചെയ്യുക കൂടി ചെയ്യുക, മറ്റുള്ളവർക്കായി ഇത്തരം തത്വജ്ഞാനങ്ങൾ അറിയാൻ. നമ്മുടെ അറിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ചർച്ചകളാണ്. അതുകൊണ്ട് ഇത് എല്ലാവർക്കുമായി ഷെയർ ചെയ്യാൻ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വരുന്നതാണ്. ഏതായാലും നമ്മുടെ ചർച്ചാ വിഷയം നമ്മൾ അധ്യാത്മരാമായണത്തിൽ ശിവപാർവതി സംവാദമാണ് അല്ലെ. ശിവനും പാർവതിയും കൂടിച്ചേർന്ന് അവർ കൈലാസത്തിൽ ഒരു ചർച്ചയ്ക്ക് വിധേയമായി. പാർവതി പറഞ്ഞു, അങ്ങ് പല തത്വോപദേശങ്ങളും എനിക്കിതിനു മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ശ്രീരാമന്റെ ജന്മം തൊട്ടുള്ള മരണം വരെയുള്ള, അല്ലെങ്കിൽ ശ്രീരാമ അവതാരത്തിന്റെ ഒരു വിവരണം എനിക്ക് തന്നില്ലല്ലോ പ്രഭു എന്ന് ശിഷ്യഭാവത്തിലാണ് ചോദിച്ച് നമ്മൾ ചർച്ച ചെയ്യുണ്ടായി. ഉടനെ ഒരു ഗുരുഭാവത്തിലാണ് പരമശിവന്റെ ഉപദേശം പാർവതിക്ക് നൽകുന്നത്. എല്ലാം അങ്ങനെയാണല്ലോ. ഇപ്പൊ ഭഗവത്ഗീത എടുത്തു കഴിഞ്ഞാലും ശ്രീകൃഷ്ണ പരമാത്മാവ് എന്ന ഗുരുവാണ് അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് നമുക്ക് തത്വോപദേശം തരുന്നത്. ഏതാണ്ട് 700 ശ്ലോകമുള്ള ഗീത. അതുപോലെ ഇവിടെയും പരമശിവൻ ഒരു ഗുരുസ്ഥാനീയനായി നിലകൊണ്ടുകൊണ്ട് തന്റെ പ്രിയ പത്നിക്ക് നൽകുന്ന ഉപദേശമാണ്. അപ്പോൾ
പരമേശ്വരൻ പറയുകയുണ്ടായി, ശരിയാണ്, ഞാനത് വിട്ടുപോയി. എങ്കിൽ നമുക്ക് അയോധ്യ നഗരിയിലേക്ക് പോകാം, അല്ലെങ്കിൽ അയോധ്യ കൊട്ടാരത്തിലേക്ക് പോകാം. അവിടെ ശ്രീരാമചന്ദ്രനും അതുപോലെ സീതാദേവിയും മറ്റ് വസിഷ്ഠാദികളാകുന്ന ഗുരുജനങ്ങളും ഒക്കെ ഒത്തുചേർന്ന് ഉണ്ടായൊരു സംവാദത്തിലേക്കാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി എന്ന രീതിയിൽ പോയത് കഴിഞ്ഞ ദിവസം. അവിടെ വളരെയധികം വിനയാന്വിതനായി തൻ്റെ കാൽക്കിൽ നിൽക്കുന്ന ഹനുമാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ സീതാദേവിയോട് പറയുന്നതാണ് നമ്മൾ നിർത്തിയത്. അല്ലയോ ദേവി, നീ ഇദ്ദേഹത്തെ കണ്ടില്ലേ? ഹനുമാൻ നമ്മുടെ അങ്ങേയറ്റത്തെ ഡിവോട്ടിയാണ്, പ്രിയ ഭക്തനാണ്. അതുകൊണ്ട് നീ നമ്മുടെ കഥയെല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞിടത്താണ് വരുന്നത്. അങ്ങനെ സീതാദേവി ഹനുമാനായിക്കൊണ്ട് പറയുന്ന ഭാഗമാണ് ഹനുമാന് തത്വോപദേശം നൽകുന്ന ഭാഗം, അല്ലെ? അപ്പോൾ ശ്രീരാമൻ ഇങ്ങനെ അരുളി ചെയ്തത് കേട്ട് സീതാദേവി ഹനുമാനോടായി പറയുന്ന ഭാഗമാണ്, നീ വീരപരാക്രമിയാണ്, ഏറ്റവും വലിയ ഭക്തോത്തമനാണ്. അതുകൊണ്ട് ശ്രീരാമന്റെ കഥ നീ കേട്ടാലും അദ്ദേഹം ആരാണ്? സച്ചിദാനന്ദ സ്വരൂപവും അദ്വൈതവും അതുപോലെ തന്നെ സർവോപാധി ഒരു വീരഹിതവുമായ ഒരു സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളണം. ഇനി അദ്ദേഹം ആരാണ് എന്ന് നമുക്ക് പദച്ഛേദം വഴി നോക്കാം. അപ്പോൾ ഹനുമാന് തത്വോപദേശം നൽകുന്ന ഭാഗമാണ് ഇന്ന് ചിന്തിക്കുന്നത്. ഇവിടെ ഈ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം ഞാൻ എന്നും പറയാറുണ്ട്, പദച്ഛേദം ചെയ്യുമ്പോൾ ആ ഭാഗം നമ്മുടെ മുമ്പിലൊന്ന് എടുത്തു വെച്ചാൽ നമുക്ക് കൂടുതലായി വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇവിടെ ഈ ഭാഗം നോക്കാം. പദച്ഛേദമാണ് ആദ്യം ചെയ്യുന്നത്, പിന്നെയാണ് അതിൻ്റെ പാരായണം പോകുന്നത്. ഇവിടെ പറയുന്നു, ഓരോ പദങ്ങളും നോക്കാം. ശ്രീരാമദേവൻ അരുളി ചെയ്ത നേരം, അല്ലെങ്കിൽ ശ്രീരാമദേവനേവം അരുളി ചെയ്ത നേരം, ശ്രീരാമദേവൻ ഇങ്ങനെ അരുളി ചെയ്ത സമയത്ത് എങ്ങനെ ഈ ഹനുമാന് തത്വോപദേശം നൽകാൻ യോഗ്യനാണ്. അതുകൊണ്ട് നമ്മുടെ തത്വോപദേശം എല്ലാം നീ ഇവനായിക്കൊണ്ട് പറഞ്ഞു കൊടുക്കൂ എന്ന് പറയുന്ന സമയത്ത് മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. ഹനുമാൻ ഒന്ന് കമാൻഡ്, ഹേ ഹനുമാൻ ഇവിടെ വാ, നിനക്ക് ഞാൻ നമ്മുടെ പതി ആരാണ്, ശ്രീരാമദേവൻ ആരാന്ന് വ്യക്തമായി നിനക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നോക്കൂ, ഇവിടെ ഒരു ബ്രീഫ് സ്റ്റഡിയാണ് നമുക്ക് ആദ്യം വരുന്നത്. രാമായണ കഥ, അതായത് സീതാദേവി ഹനുമാന് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഇതിപ്പോ ആരാ പറയുന്ന? സത്യം പറഞ്ഞാല് പരമശിവൻ പാർവതിയോട് പറഞ്ഞു കൊടുക്കുന്നതല്ലേ. അപ്പോ ഇവിടെ സീതാദേവി ഹനുമാനായി പറഞ്ഞു കൊടുക്കുന്നത് കൂടെ നമുക്ക് ബ്രീഫായിട്ടൊന്ന് രാമകഥ സംക്ഷിപ്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിന് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വരുന്നുണ്ട്. ഇവിടെ എന്താ? അപ്പൊ അതാണ് പറയുന്നത്, മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. എന്താ പറയുന്നത്? വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ എന്ന്. എന്താ ഹനുമാൻ അഭിസംബോധന ചെയ്യുന്നത്? എടോ നീ ചില്ലറയാണോ അല്ലേ? വലിയ വലിയ വീരന്മാര് ചൂടുന്ന മകുടം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? കിരീടം. അതിൽ ഹീറോയിസ്, അല്ലെങ്കിൽ അതിലൊരു ഹീറോ ആണ് താൻ. ഹനുമാനെ ഹീറോ എന്നാണ് സീതാദേവി അഭിസംബോധന ചെയ്യുന്നത്.
ആ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ പോലെ നീ അതേപോലെയല്ല, നിന്റെ മകുടത്തില് ഉള്ള രത്നങ്ങളെല്ലാം തന്നെ ചില്ലറയൊന്നുമല്ല. അത് വലിയ വലിയ വീരന്മാര് ധരിച്ചിട്ടുള്ള കിരീടമാണ്. അല്ലെങ്കിൽ ആ കിരീടം ധരിക്കാൻ യോഗ്യനായിട്ടുള്ളവനെ എന്താണ് ശ്രീരാമ പാദഭക്തപ്രവര. വേറൊരു വിശേഷമാണ്, നീ ശ്രീരാമന്റെ പാദ അല്ലേ, ശ്രീരാമന്റെ ഒപ്പത്തിന്റെ ഒപ്പം ഹനുമാൻ നിൽക്കില്ല ഒരിക്കലും. ശ്രീരാമന്റെ അങ്ങനെയാണല്ലോ, വലിയ വലിയ ഗുരുനാഥന്മാരെ മുമ്പിൽ നമ്മൾ ഞെളിഞ്ഞു വിരിഞ്ഞു നിൽക്കുവോ? ഇല്ല. കാരണം അവരെ അറിവിന്റെ മുമ്പിൽ നമ്മൾ നമിച്ചേ നിൽക്കുവോ? അപ്പൊ അതുകൊണ്ട് പറയാ, ശ്രീരാമപാദ ഭക്തപ്രവര കേട്ടാലും നീ, നിനക്ക് ഞാൻ പറഞ്ഞുതരാം കുട്ടാ. എന്ത്? ശ്രീരാമദേവന്റെ കഥ നിനക്ക് ഞാൻ പറഞ്ഞുതരാം, നീ കേൾക്കൂ. കേട്ടാലും നീ എന്താ, ഞാൻ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ശ്രീരാമദേവൻ ആരാണ് അങ്ങോട്ട് വിവരിച്ച് പോവുകയാണ്. എന്താ പോകുന്നത്? ശ്രീരാമ സച്ചിദാനന്ദ മേഘമദ്വയം പരബ്രഹ്മം. നിനക്കറിയോ? ശ്രീരാമൻ ആരാ? സത്ത് ചിത്ത് അല്ലെ, ആനന്ദമയം അല്ലെ, സച്ചിത് സത്ത് അറിയില്ലേ? പ്രോജ്വലിതമായി നിൽക്കുന്ന, തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ആത്മസ്വരൂപമാണ്. അത് ചിത്തുമാണ്. അപ്പൊ സച്ചിത്ത് തിരിച്ചറിഞ്ഞാൽ പിന്നെ ആനന്ദം ഉറപ്പാ നമുക്ക് കിട്ടും. അപ്പൊ അവിടെ പറയുന്നു സച്ചിദാനന്ദം ഏകം. അവിടെ പദചേർന്നപ്പോ ഏകം അല്ലേ ആണ്. അങ്ങനെ ഒരു വ്യക്തി വേറെ ഇല്ല, അതുകൊണ്ട് ഏകമാണ്. പിന്നെ അദ്വയമാണ്. അതേ തന്നെ ദ്വയമല്ല, ഇല്ലാത്തത് അല്ലെ, അദ്വൈത സിദ്ധാന്തം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. അപ്പൊ രണ്ടെന്നില്ലാത്തത് നിങ്ങളൊക്കെ ഒരു ഐനസ് മൈനസിൽ ജീവിക്കുന്നവരാ. എന്താ? എന്റെ, പിന്നെ അത് എന്താണ്? മൈനസ് അല്ലെ, ഐനസ് ഞാൻ എന്നുള്ളത് അല്ലേ. എല്ലാവരും അങ്ങനെയല്ലേ ജീവിക്കുന്നത്? ആണ്. എന്താ? എന്റെയിലാണ് കുറെ പേര് ജീവിക്കുന്നത്. ഐനസ് ആൻഡ് മൈനസ്. എന്താ? മൈ ഹൗസ്, മൈ വൈഫ്, മൈ ചിൽഡ്രൻ, എന്റെ ഭാര്യ, എന്റെ കുട്ടി, എന്റെ എന്ന് പറഞ്ഞത് ആരംഭം മുതൽ അവസാനം വരെ അങ്ങ് ജീവിക്കും അല്ലേ. അവിടെ ഗീതയിൽ പറയുന്നില്ലേ, അന്ധകാലേ മാമേവ സ്മരൻ, നിങ്ങൾ അവസാന കാലത്തെങ്കിലും കൂട്ടരെ എന്നെ ഒന്ന് സ്മരിക്കൂ, കളയപുരം, ശരീരം വിട്ടുപോകുന്നു എന്ന് കൃഷ്ണൻ പറയുന്നില്ലേ. അപ്പോ നിങ്ങള് എന്റെയിൽ ജീവിക്കാതെ എന്നിലേക്ക് വരുന്ന നന്നായി ഈ ആരാന്ന് ആരും മനസ്സിലാക്കാറില്ല. എന്റെ എല്ലാവരും മനസ്സിലാക്കാറുണ്ട്, എന്റെ ഭാര്യ, എന്റെ കുട്ടി എന്നൊക്കെ മനസ്സിലാക്കാറുണ്ട്. ഞാൻ ആരാന്ന് മനസ്സിലാക്കാറുണ്ടോ? ഇല്ല. ഇതൊക്കെ ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന, ഈ കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ പഠിക്കുന്ന ഞാൻ ആരാ? പക്ഷെ കെമിസ്ട്രി ഫിസിക്സും പഠിക്കാൻ പോകും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇന്നർ ഡയമെൻഷനും ഔട്ടർ ഡയമെൻഷനും ഉണ്ട്. ദാറ്റ് ഇന്നർ ഡയമെൻഷൻ കൺസിസ്റ്റ് ഓഫ് മൈൻഡ്, ഇന്റലിജൻസ്, ഈഗോ, അങ്ങനെ പോകുന്നു, കോൺഷ്യസ്നെസ് അല്ലേ. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നില്ലേ. അത് വലിയ വിഷയമാണ്, അതിലേക്ക് നമ്മളിപ്പോ പോകുന്നില്ല. അപ്പൊ ഇവിടെ അതാണ് മൈനസ്. ഈ കൂട്ടിപ്പിടുത്തം ഉണ്ടല്ലോ അല്ലേ, യു ആർ അറ്റാച്ച്ഡ് ടു മച്ച് വിത്ത് മൈനസ്. എന്റെ ലോകത്തിൽ അങ്ങോട്ട് ഫെവിക്കോൾ ആയിട്ട് ഒട്ടി ഞാൻ, അല്ലെങ്കിൽ എന്റെയിൽ നിന്ന് ഞാൻ വേർവിട്ടാളാണ് അദ്വൈതം വരിക. അദ്വൈതം രണ്ടില്ല. എന്റെ എന്നുള്ള ഭാവത്തെ മൈനസ് എന്ന് പറയും. എന്നിൽ നിന്ന് അന്യമായിട്ട് ഞാനേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അത് അദ്വൈതമാവുന്നത്. ക്ലിയർ? അപ്പൊ ഇവിടെ പറയാണ് അദ്ദേഹം ഇതൊക്കെ വേഗം ആടിപ്പാടി പോവുകയും ചെയ്യാം, പക്ഷെ അതേസമയം അർത്ഥം മനസ്സിലാക്കിയും പോവാം. അപ്പോ ഇവിടെ എന്തൊക്കെയാണ്? സച്ചിദാനന്ദനാണ്, ഏകമാണ്, അദ്വയമാണ്, പരബ്രഹ്മമാണ്. ഇതിന്റെ അപ്പുറത്ത് ശ്രേഷ്ഠമായൊരു ബ്രഹ്മസ്വരൂപമാണ്. പരബ്രഹ്മൊക്കെ വ്യാഖ്യാനിക്കാൻ പോയാൽ കുറെ നേരം മണിക്കൂർ വേണം. നമ്മളിപ്പോ അതിന്റെ അർത്ഥം മാത്രം പറഞ്ഞു പോകുന്നു. പരബ്രഹ്മം. പിന്നെ ആരാ? നിശ്ചലം, ചലിക്കാത്തത് അല്ലേ. ഈ ലോകത്തിൽ ചലിക്കുന്നതിന്റെ എല്ലാം അടിസ്ഥാനം ചലിക്കാത്ത ഒന്നാണ് കേട്ടോ. എന്താ? എല്ലാ ചലനങ്ങളുടെയും ബേസ്, അടിത്തറ കിടക്കുന്നത് അജലത്തിലാണ് അല്ലേ. അജലത്തിലാണ്. ആ ചലിക്കാത്ത വസ്തുവെ തേടിയുള്ള യാത്രയാണ് ആത്യന്തികമായി ഇൻട്രോസ്പെക്ഷൻ, നമ്മുടെ അന്വേഷണം. ആ അന്വേഷണം പിടുത്തം കിട്ടിയാൽ ഓക്കെ ആയി. നമ്മളിത് സ്ഥിരം ഇങ്ങനെ അമ്പലത്തിലും അല്ലെങ്കിൽ ഒണ്ണാന്നല്ല പറഞ്ഞത്, അതിൽ മാത്രം തഴുകി മുഴുകി അതൊക്കെ അപ്പുറം, അതിന്റെ അപ്പുറം വേറൊരു ഫാക്റ്റ് ഉണ്ട്, ഒരു സത്യമുണ്ട്. അതാണ് സത്യാന്വേഷണം. ആ സത്യാന്വേഷണത്തിൽ മുഴുകാതെ
അങ്ങനെ അങ്ങനെ പോകുന്നു. അല്ലെങ്കിൽ സെയിം റൊട്ടേഷൻ അല്ലേ എന്നും ചെയ്യുന്നത്? ആണ്. ഈ സെയിം റൊട്ടേഷനിൽ നിന്ന് അതിൻ്റെയും അപ്പുറത്തേക്ക് ഒരു പ്രവേശനം കവാടമുണ്ട്. അത് തുറന്നാലേ നമുക്ക് ഞാൻ എന്ന ആത്മസ്വരൂപത്തെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ പറയുന്നു നിശ്ചലമാണ്, ഇപ്പൊ ചലിക്കാതെ നിൽക്കുന്നതാണ്. ഇപ്പൊ ബസ് ഇങ്ങനെ ചലിക്കുന്നതിട്ട് നമുക്ക് തോന്നണമെങ്കിൽ ചലിക്കാത്ത റോഡ് അവിടെ വേണം, വേണ്ടേ? ചലിക്കാത്ത റോഡ് ഉണ്ടെങ്കിൽ ചലിക്കുന്ന ബസ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഈ കൈ ഇങ്ങനെ പൊക്കുമ്പോൾ ഈ കൈ ചലിക്കുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ചലിക്കാതെ ശരീരം നിലകൊള്ളണം. ചലിക്കാത്തൊരു ശരീരത്തിലാണ് ചലിക്കുന്ന കൈ ഉള്ളത്, അല്ലെ? ചലിക്കാത്തൊരു ബ്രഹ്മത്തിലാണ് ചലിക്കുന്ന സൂര്യദേവൻ എന്നും രാവിലെ തൊട്ട് നമുക്ക് ചലിക്കുന്നതായിരുന്നു, റൊട്ടേഷൻ, അല്ലേ? അപ്പോ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നു, അവിടെയും ചലിക്കാത്ത ഒരു സ്പേസിൽ നിൽക്കുക. ആ ചലിക്കാത്ത സ്പേസ് ആണ് ആൾക്കാർക്ക് പിടുത്തം കിട്ടാത്തത്. അത് പിടുത്തം കിട്ടിയ ഓക്കെ, അതിനെയാണ് നമ്മൾ ഉപനിഷ്പഠനം എല്ലാം വിധേയമാക്കേണ്ടത്. ക്രാന്തദർശികളായിരിക്കുന്ന മനീഷികള് അത് നമുക്ക് അവർക്ക് നേടിയ അനുഭവത്തെ നമുക്ക് പറഞ്ഞു തരികയാണ് ഉപനിഷത്തുകളൊക്കെ, അല്ലേ? ആരെങ്കിലും ഉപനിഷത്ത് പഠനത്തിലേക്ക് വിധേയമാകാറുണ്ടോ? അതിന് നമുക്ക് സമയമില്ല, അല്ലേ? നമ്മളിങ്ങനെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ മാത്രം അങ്ങനെ പഠിച്ച് മുന്നിക്ക് പോവുക. അപ്പോ നിശ്ചലം, ഈ ഒരൊറ്റ വാക്ക് തന്നെ നമുക്ക് മണിക്കൂറുകളോളം വ്യാഖ്യാനിക്കാനുണ്ട്. നിശ്ചലം, ചലിക്കുക. പിന്നെന്താ പറയുന്നത്? സർവോപാധി നിർമുക്തം, നമ്മളൊക്കെ ഉപാധിയിൽ നിലനിൽക്കുന്നതാണ്, അല്ലേ? ഉപാധി എന്താ? ഏതെങ്കിലും ഒരു അവലംബം നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ ഈ ബൾബ്, കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ ഒരു വയർ എന്ന ഉപാധി വേണം. ബസ് പാസ് ചെയ്യുന്ന നമുക്ക് റോഡ് എന്ന ഉപാധി വേണം. നമ്മുടെ ശരീരത്തിലൂടെ രക്തം കറങ്ങണമെങ്കിൽ രക്തക്കുഴൽ എന്ന ഉപാധി വേണം. എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ ഉപാധിക്കും അതീതമായി നിലകൊള്ളുന്ന ഒരു ഉപാധി, അതാണ് പറയുന്നത് സർവോപാധി നിർമുക്തമായി, എന്നെല്ലാം മുക്താവസ്ഥയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഈശ്വര സ്വരൂപത്തെ അറിയാൻ ഒരു ഉപാധിയുടെ ആവശ്യമില്ലാതെ നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ. നിറഞ്ഞു കുമിഞ്ഞ് നിൽക്കുന്ന അതേ ഉള്ളൂ ശരിക്കും, മനസ്സിലല്ലോ? അപ്പൊ എന്റെ ശ്രീരാമചന്ദ്രൻ ഇതൊക്കെയാണ് ഹനുമാനോട് നീ തേടി നടന്നില്ലേ, ആരാണ്, ഹു ഈസ് രാമ, രാമചന്ദ്രൻ ആരാണെന്ന് അന്വേഷിച്ച് നടക്കുന്നു എന്ന് ശ്രീരാമചന്ദ്രനെ ബോധ്യമായിട്ടാണല്ലോ എന്നോട് ആരാണ് ശ്രീരാമൻ എന്ന് നിനക്കൊന്ന് പറഞ്ഞു തരാൻ പറയുന്നത്. അദ്ദേഹം എന്താണ്? സർവോപാധി നിർമുക്തമാണ്, സത്താമാത്രം. അദ്ദേഹം സത്ത് മാത്രമാണ്, അദ്ദേഹത്തിന്റെ തേജസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ആ സത്തിലാണ് എല്ലാ തേജസ്സും നിലനിൽക്കുന്നത്, അല്ലേ? ശ്രീരാമചന്ദ്രന്റെ മാനുഷിക ഭാവത്തെ അല്ല ഇവിടെ പറയുന്നത്. ശ്രീരാമൻ അല്ലെങ്കിൽ ശ്രീരാമൻ അവതാരം കൊള്ളുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന ആത്യന്തിക പരമസത്ത, അത് ശ്രീരാമനാണ് എന്ന് നീ മനസ്സിലാക്കുക. നമ്മളും കൂടുതൽ മനസ്സിലാക്കണം ആരാ ശ്രീരാമൻ. ഈ രാമകഥയൊക്കെ ഇങ്ങനെ പാടി ഇങ്ങനെ പോകുമ്പോൾ കർക്കിടക മാസത്തിൽ മാത്രം ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചൊല്ലില്ലേ. ഇപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു, കർക്കിടക മാസത്തിൽ രാമായണം തീരണമെന്നൊന്നും എവിടെയും എഴുതി വെച്ചിട്ടില്ല. ഞാൻ കുറെ തേടിയാണ്. പക്ഷെ ചില ആൾക്കാരൊക്കെ അങ്ങനെ പറയുന്നു, അങ്ങനെ വായിക്കണം, ഇങ്ങനെ വായിക്കണം, അറിയുന്ന പോലെ വായിക്കുവപ്പാ. നമ്മളാരും ഇതിലത്ര പ്രാവീണ്യം നേടിയവരൊന്നും അല്ല. അപ്പം പിന്നെന്താ? നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന്. നമുക്ക് ചില കാര്യമൊക്കെ നിശ്ചയിച്ചറിയാം, അല്ലേ? ഉറപ്പിച്ച് തറപ്പിച്ചറിയാം, അല്ലേ? ഇത് ഇന്നതാണ് എന്ന് ഉറപ്പിച്ചറിയാലോ. പക്ഷെ ഈശ്വരൻ ആരാ എന്ന് ആർക്കെങ്കിലും ഇതുവരെ നിശ്ചയിച്ചോ അറിയാൻ പറ്റിയിട്ടുണ്ടോ? ഹു ഈസ് ഗോഡ്? ആക്ച്വലി ഗോഡ് ആരാണ് എന്ന് ആർക്കെങ്കിലും ഉറപ്പിച്ച് അല്ലെങ്കിൽ ദൈവത്തെ കണ്ടവരുണ്ടോ? ഉണ്ടോ? ദൈവത്തെ ഒരിക്കലും കാണാൻ പറ്റില്ലെന്നേ. പറ്റുമോ? കണ്ടാൽ അത് ഉണ്ടായി എന്നാണ്, ഉണ്ടായാൽ അത് നിലനിൽക്കുമെന്നാണ്, നിലനിന്നാൽ അത് ഇല്ലാതാവുന്നതാണ്. അപ്പൊ ഉണ്ടായി നിലനിന്നില്ലാതാവുന്നതാണോ ഈശ്വരൻ? അത് എന്നുള്ളതാണ്, ഉണ്മയാണ്, അല്ലേ? അപ്പൊ നമുക്ക് ഇന്ന രീതിയിലാണ് എന്ന് നിശ്ചയിച്ചറിഞ്ഞ് പറയാൻ പറ്റുമോ? അപ്പൊ ഒരു ആളെ നമുക്ക് വേണമെങ്കിൽ ചില അടയാളങ്ങളിലൂടെയൊക്കെ ഇന്ന ആളാണ് നമുക്കൊന്ന് നിശ്ചയിപ്പിക്കാൻ പറ്റും. ആരാണ് വിവേകാനന്ദൻ? ആ തലപ്പാവൊക്കെ കെട്ടി ആ പ്രൗഢഗംഭീരമായ നോട്ടത്തോടെ ആ കന്യാകുമാരിയില് ആ പാറയില് വെച്ചിരിക്കുന്ന ആ ബിംബം അല്ലെങ്കിൽ ആ പ്രതിമയെങ്കിലും കാണുമ്പോൾ എല്ലാവരും മനസ്സിലാക്കുക ആരാ വിവേകാനന്ദൻ എന്ന്. അപ്പൊ അവിടെ ചില നിശ്ചയിക്കാവുന്ന ചില അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. പക്ഷെ ദൈവത്തെ നമുക്ക് നിശ്ചയിച്ച് പറയാൻ പറ്റില്ല. ആണാണോ,
നേതി നേതി എന്ന് പറഞ്ഞില്ലേ ഉപനിഷത്തിൽ, അതല്ല 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 എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. നേതി അതല്ല, പിന്നെ ഇതല്ല, അല്ല അത് പെണ്ണാണോ? അല്ല. അത് സ്ത്രീ അല്ല. അത് പുരുഷനാണോ? അല്ല. പിന്നെന്താ? അത് ഈ പ്രപഞ്ചമാണോ? അതുമല്ല. അവിടെ അങ്ങനെ 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 പറഞ്ഞു പോവാ ഋഷി. അങ്ങനെ നമുക്ക് നിശ്ചയിച്ച് ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. അതാണ് നിശ്ചയിച്ചറിഞ്ഞുകൂടാതെ ഒരു വസ്തുവാണ് എന്ന് അല്ലയോ ഹനുമാനെ നീ മനസ്സിലാക്കുക. നമ്മളെയൊക്കെ വേണമെങ്കിൽ നിശ്ചയിക്കാം. ഹനുമാൻ ആരാ എന്ന് പോലും വേണമെങ്കിൽ നിശ്ചയിക്കാം. എന്താ? ആ വാലൊക്കെ നീണ്ട ഒരു വ്യക്തി നമുക്ക് ഹനുമാനാന്ന് പറയാൻ പറ്റും. പക്ഷെ ശ്രീരാമചന്ദ്രനെ നമുക്ക് തറപ്പിച്ചുറപ്പിച്ച് ഇന്ന ആളാണ്, രാഘവൻ നായരുടെ മകനാണ്, കുട്ടിക്കൃഷ്ണൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം. പക്ഷെ ഇവിടെ അങ്ങനെ അഡ്രസ്സ് വ്യക്തമായിട്ട് ഇല്ലാത്തവൻ, അതാണ് നിശ്ചയിച്ച് അറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നീ മനസ്സിലാക്കണം. പിന്നെന്താ? നിശ്ചയിച്ചാലും ഉള്ളിൽ, അതാണ് അങ്ങനെ നിശ്ചയിക്കാൻ പറ്റാത്തൊരു വസ്തുവാണ് എന്ന് നീ നിശ്ചയിക്കണം. ഉള്ളിൽ എവിടെ? നിന്റെ ഉള്ളില്. ശ്രീരാമനെ തൊഴുകുമ്പോ ഈ ശ്രീരാമദേവൻ ഇന്ന ആളാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചങ്ങ് പറയാൻ പറ്റില്ല. എന്ന നിശ്ചയത്തോടെ നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ അതാണ് ശ്രീരാമദേവൻ എന്ന് നീ തറപ്പിച്ചുറപ്പിച്ച് മനസ്സിലാക്കണം. നിർമ്മലം, നിരഞ്ജനം, നിർഗുണം, നിർവികാരം ഒക്കെ ആ പ്രാസ്തനുസരിച്ച് എഴുത്തച്ഛൻ ഇങ്ങനെ പെറുക്കി പെറുക്കി വെച്ചതാണ് മുത്തുമണികളാകുന്ന വാക്കുകൾ. നോക്കൂ എന്താ പറയുന്നത്. അദ്ദേഹം നിർമ്മലമാണ്, എന്നാൽ പരിശുദ്ധിയുള്ള, അഴുക്കുകൾ ഒട്ടും പുലരാത്ത, ക്ലീനായ. പിന്നെ നിരഞ്ജനമാണ്. എന്താ നിരഞ്ജനം? കൺമഷി എന്നുള്ള എന്താ? അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു നിരഞ്ജനമാണ്. കറുപ്പ് റെപ്രസെന്റ് ചെയ്യുന്ന ഡാർക്ക്നെസ് ആണ്. ഡാർക്ക്നെസ്, ഇരുട്ട് റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? അവിവേകം അല്ലെങ്കിൽ അറിവില്ലായ്മയാണ്. അപ്പൊ റിമൂവൽ ഓഫ് ഡാർക്ക്നെസ് ആണല്ലോ ഗുരുവിന്റെ ലക്ഷ്യം തന്നെ. എന്താണ്? ഇരുട്ട് നീക്കി കൊടുക്കുന്നവര്. അപ്പൊ ഇവിടെ പറയുന്നു നിരഞ്ജനനാണ് എന്ന് പറഞ്ഞ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുക നിരഞ്ജനനായിട്ടാണ്. അപ്പോൾ റെപ്രസെന്റിങ് ദ ഡാർക്ക്നെസ്. പിന്നെ അടുത്തെന്താ? നിർഗുണം, സത്വതമോ രജോ ഗുണങ്ങൾക്ക് അതീതമായിട്ട് ഒരു ഗുണത്തിനും വിധേയമാകാത്തത്. അതാണ് ഗുണം, നിർഗുണം എന്ന് പറയുന്നത്. കാരണം നമുക്ക് ത്രിഗുണങ്ങളുണ്ടല്ലോ അല്ലേ? അതാണ് സത്വഗുണം, തമോ ഗുണം, രജോ ഗുണം. ആ വിഷയം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഗുണത്രയങ്ങൾ, അത് പിന്നെ നമുക്കൊരു 3 മണിക്കൂർ വ്യാഖ്യാനിക്കാനുണ്ടാവും മിനിമം ചുരുക്കി പറയാം. അപ്പൊ ഇവിടെ അത് വിട്ടേക്കും. അദ്ദേഹത്തിന് ഇന്ന ഗുണത്തോടൊത്തവൻ, അദ്ദേഹം ആരാണ്? തമോ ഗുണപ്രിയനാണോ? തമോ ഗുണപ്രിയന്മാരൊക്കെ നമ്മളല്ലേ അല്ലേ? ഇങ്ങനെ ഉറക്കം തൂങ്ങികളായിട്ടിരിക്കുന്നവര്. രജോ ഗുണപ്രിയനാണോ? ആരാ? വാളെടുത്ത് വെട്ടാൻ പോകുന്ന ചില ആ രീതിയിലുള്ള രജോ ഗുണം ഉള്ള വ്യക്തികളാണ്. അതാണോ? അതുമല്ല. അപ്പോൾ ഇവിടെ നിർഗുണനാണ്, നിർവികാരനാണ്, ഒരു വികാരത്തിനും വിധേയമാകാത്ത. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കുന്നത് നിർവികാരം എന്ന് പറയുമ്പോൾ ഇവിടെ ഷഡ്വികാരങ്ങളുണ്ട്. ഒരു 6 വികാരങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ നിർവികാരം എന്ന വാക്യം അതിൽ വരുന്നത്? ഏതാണ്ട് 6 വികാരങ്ങളെ നമ്മൾ പറയുന്നുണ്ട്. ഒന്ന് ക്രിയേഷൻ, ഉണ്ടാവുക, ഒരു വസ്തു ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു വികാരം. അതാണ്. പിന്നെ ഉണ്ടായതിനെ നിലനിർത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ വികാരം. ഉണ്ടാവുക, നിലനിൽക്കുക, പിന്നെയോ പെരുകുക, വംശവർദ്ധനയുണ്ട്. അങ്ങനെ മനുഷ്യൻ ഉണ്ടാവുന്നു, കുറച്ചു കാലം നിലനിൽക്കുന്നു, പിന്നെന്താണ്? അതിന്റെ വംശവർദ്ധന നടത്തുന്നു, പെരുകുന്നു, പിന്നെയോ പെരുകി ഇതിന് രൂപമാറ്റം സംഭവിക്കുന്നു അല്ലേ? ശൈശവം അല്ലെ? അവിടെ പറഞ്ഞ യൗവനം, വാർദ്ധക്യം, ഇങ്ങനെ പോകുന്ന അത്. അങ്ങനെ രൂപഭേദം മാറുന്നു. പിന്നെന്താ ഉണ്ടാവുക? ജീർണിക്കുക, ജരാനരകൾ ബാധിക്കുക, ജീർണാവസ്ഥ. ലാസ്റ്റ് എന്താണ്? അത് ജീർണാവസ്ഥയെ കഴിഞ്ഞ പിന്നെ അവസാനത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാം, ഡെത്ത്, നശിക്കുക. ഇങ്ങനെ ഷഡ് വികാരങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ എന്നാൽ ആ വികാരത്തിനൊന്നും അടിമപ്പെടാത്തവനാണ് ശ്രീരാമ തത്വനെന്ന് നീ അറിഞ്ഞാലും. ഇതിനൊന്നും വിധേയമല്ല ശ്രീരാമൻ. ഉണ്ടാവുന്നുണ്ടോ? വേണമെങ്കിൽ നമുക്കൊരു അയോധ്യ ജനിച്ച രാമകുമാരൻ അല്ലെങ്കിൽ രാജകുമാരനാണ് എന്നൊക്കെ നമുക്ക് പറയാം.
പക്ഷെ അതൊന്നും അല്ല ശ്രീരാമൻ. ഇത്രയും കാലം അനുചരനായിട്ട് ശ്രീരാമന്റെ കൂടെ നടന്ന ഹനുമാനെയാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ എത്ര കാലം ചിലരുടെ കൂടെ നടന്നാലും ആ വ്യക്തി ആരാന്ന് പരിപൂർണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. അതാണ്. അപ്പോ പറയുകയാണ്, ഞാൻ പത്നിയല്ലേ ഇപ്പോ, അതുകൊണ്ട് എനിക്ക് നീ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ എനിക്ക് അറിയാൻ പറ്റും എന്ന്. ഇതാണ്. അപ്പോ എന്താ പറയുന്നത്, നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം, പിന്നെ വികാരം സന്മയം ശാന്തം പരമാത്മാനം അല്ലെ, സദാനന്ദം. ഇതൊക്കെ നമുക്ക് അർത്ഥവീന വാക്കുകൾ തന്നെയാണ്. ഏറ്റവും സന്മയമായ സത്ത് മയമായിട്ടുള്ള രൂപത്തിലിരിക്കുന്നവൻ, ശാന്തപ്രകൃതിയോട് കൂടിയവൻ, പിന്നെയോ പരമാത്മാനം എന്ന ജീവാത്മാനല്ല, ഈ വിശ്വപ്രപഞ്ചത്തിന്റെ തന്നെ ആത്മാനമാണ്. പിന്നെ സദാനന്ദം, എന്നും ആനന്ദത്തിൽ രമിക്കുന്നതാണ്. നമ്മളൊന്നും എന്നും ആനന്ദത്തിൽ രമിക്കുന്നവരല്ല. എന്നാൽ ശ്രീരാമചന്ദ്രൻ എന്നും ആനന്ദം. നമുക്കൊന്ന് നേരാമണം 10 മിനിറ്റ് കിടന്നുറങ്ങാൻ പറ്റുമോ ഇന്ന്? ഇല്ല. റെസ്റ്റ്ലെസ് മൈൻഡ്, റെസ്റ്റ്ലെസ്നെസ്. അത് നമ്മൾ എപ്പോഴും വാട്ട് വിൽ ബി ടുമാറോ, നാളെ എന്താണ്, നാളെ കുറിച്ച്. അതാണ് പ്രഷറൊക്കെ കൂടാൻ. മനുഷ്യർ വെച്ച് മറ്റു ജീവികൾക്കൊന്നും പ്രഷർ എന്ന അസുഖം ഇല്ല എന്നാണ് പറയുന്നത് അല്ലേ. ഒരു പശുവിനെ പ്രഷർ എന്നൊക്കെ ഡോക്ടർ നോക്കാറുണ്ടോ? അറിയില്ല. എന്തായാലും നമുക്ക് ഇതുകൊണ്ടാണ് അങ്ങനെ വരാൻ. എന്നാൽ ഭഗവാൻ അങ്ങനെ ഒരു പ്രശ്നമില്ല. ലാബിൽ പോയി ടെസ്റ്റ് ഒന്നും ചെയ്യേണ്ട അവസ്ഥയില്ല അല്ലേ. സദാ ആനന്ദത്തോടു കൂടി നിൽക്കുന്നവനാണ്. പിന്നെയോ നാശാദികളിൽ ഇല്ലാതൊരു വസ്തു. നമുക്കൊക്കെ ജനിക്കുക, നേരത്തെ ഞാൻ പറഞ്ഞ ഷഡ് വികാരങ്ങൾക്ക് വിധേയമായിട്ടുള്ള കാര്യം, അതൊന്നും ഭഗവാൻ ബാധിതമല്ല. പിന്നെ ജനിക്കുക, നിലക്ക് നിൽക്കുക, വളരുക, തളരുക, ഉണ്ടാവുക, മരിക്കുക, ഇതൊന്നും ഭഗവാനില്ല. അതെന്നും നിത്യസ്വരൂപനാണ് അല്ലേ. അപ്പോൾ അതൊരു പവറാണ്, ഒരു എനർജിയാണ്. പവർ ഓഫ് ക്രിയേഷൻ, പിന്നെയോ പവർ ഓഫ് ഓർഗനൈസിങ്, പിന്നെയോ പവർ ഓഫ് ഡിസ്ട്രക്റ്റിങ്. അതാണ് GOD, ഗോഡ്. അതൊരു പവറാണ്. അത് അനുഭവിച്ചറിയാനേ പറ്റൂ. പിന്നെ ചില ഉപാധികളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി 33 ദേവതാ സമ്പ്രദായങ്ങളെ നമ്മൾ ഭാരതീയ സംസ്കാര രീതിയിൽ ഉണ്ടാവുന്നു. അങ്ങനെയാണല്ലോ നമുക്ക് ഈ ഒരുപാട് ദേവതാ സമ്പ്രദായങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ദേവതയെ മുൻനിർത്തി ആ ദേവതയിലൂടെ ആത്മസ്വരൂപത്തെ മനസ്സിലാക്കാനല്ലേ. ഒന്നുമില്ലെങ്കിൽ മൂക്കിന്റെ അഗ്രഹം ഒരു ദേവനായി സങ്കല്പിച്ച് അതിലൂടെയെങ്കിലും ആരാണ് ദേവൻ എന്ന് മെഡിറ്റേഷനിലൂടെ മനസ്സിലാക്കാനാണ് അല്ലേ. അപ്പം അവിടെ സന്മയനാണ്, ശാന്തരാണ്, പരമാത്മാവാണ്, സദാനന്ദനമാണ്, ജന്മനാശാദികൾക്ക് വിധേയമല്ല. മനസ്സിലാക്കണം, നമ്മളൊക്കെ അതിന് സബ്ജക്റ്റഡ് ടു ഡിസ്ട്രക്ഷൻ, നാശത്തിന് വിഷയിയാണ് നമ്മളൊക്കെ അല്ലേ. അപ്പം അതാണ്ടാ പറയുന്നത്, ജന്മനാശാദികളല്ലാതൊരു വസ്തു പരബ്രഹ്മമീ, അങ്ങനെയുള്ളൊരു പരബ്രഹ്മമാണ് ഇത്. ശ്രീരാമൻ എന്നറിഞ്ഞുകൊണ്ടാലും നീ. അതാണ് കുട്ട ശ്രീരാമൻ. അതുവരെ കുറച്ച് സീതാദേവി ഹനുമാനായിക്കൊണ്ട് പറഞ്ഞു കൊടുത്തു എന്ന് പരമേശ്വരൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടാ. അപ്പൊ ആ ഫ്രീ ആയിട്ട് നമ്മളും കേൾക്കുകയാണ്. നോക്കാം. ശ്രീരാമദേവനേവമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. എങ്ങനെ? ശ്രീരാമദേവനേവമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. ഹനുമാനെ വിളിച്ച് അരുളി ചെയ്താ. വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ. നീ ആരാണ്? വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ. ശ്രീരാമപാദ ഭക്തപ്രവര, ശ്രീരാമപാദ ഭക്തപ്രവര. കേട്ടാലും നീ
സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം. സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം. എന്താ പറയുന്നത്? നിശ്ചലം സർവോഭാതി നിർമുക്തം സത്താമാത്രം. നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ നിശ്ചയിക്കണം. ഉള്ളിൽ ശ്രീരാമദേവനെ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം. സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം. ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ. ബാക്കി അടുത്ത